ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ റിയാൻ പരാഗ് നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനിതുപോലെ കണ്ടത്. ഒരു ചാനലിൽ BCTV അങ്ങനെ സംതിങ് എന്തോ ഒരു ചാനലിൽ അവർ റിയാൻ പരാഗിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ വേൾഡ് കപ്പിൽ ടോപ്പ് 4 ടീമിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടീം ഇന്ത്യയോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റിയാൻ പരാഗിൻ്റെ മറുപടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഞാനത് എടുത്ത് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അവൻ്റെ ആ ഒരു മറുപടി കൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഒരു എന്താ പറയുന്ന ഒരു രാജ്യസ്നേഹം ഇതിൽ നിന്നൊന്നും അല്ല പ്രകടമാകുന്നത്. എങ്കിൽ പോലും അവനൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അവൻ ഇന്ത്യൻ വംശജനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അവൻ കളിക്കുന്നത്, ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യ മീൻസ് IPL കളിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. നമുക്ക് എന്തായാലും ആദ്യമേ ഈ വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. Right now, Team India is set for the challenge, which is the World T20. What's your prediction for the top 4 teams? It'll be a biased answer, but to be very honest, I don't even want to watch the World Cup. Really? Okay. I'll just see who's winning it at the end, and I'll be happy. When I play the World Cup, then I'll think about top 4 and all of that. See, what's your message for Team India? Good luck. ഓക്കെ, നമ്മളത് കണ്ടല്ലോ. ഇവനോട് ചോദിക്കുന്നുണ്ട്, റിയാൻ പരാഗിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ടോപ്പ് 4 ഇതിൽ ഏതൊക്കെ ടീമുകൾ വരും എന്ന് പറഞ്ഞിട്ട് റിയാൻ പരാഗിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനോട് അവനൊരു അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ എനിക്ക് വേൾഡ് കപ്പ് കാണാൻ തന്നെ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ആങ്കർ ചോദിക്കുന്നുണ്ട്, ശരിക്കും സത്യമാണോ, റിയലി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പം ആരാണെങ്കിലും ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ടീമല്ലേ, അപ്പം നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ട് ഇവനിങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അതിനുശേഷം അവൻ പറയുന്നത്, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഞാൻ ടോപ്പ് 4 ടീം ആരാണെന്നുള്ള കാര്യം പറഞ്ഞേനെ, പക്ഷേ എനിക്കിപ്പം അതിന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആങ്കർ ചോദിക്കുന്നുണ്ട് ടീമിനോട് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഗുഡ് ലക്ക്, അത്രമാത്രമേ ഉള്ളൂ അവന് പറയാനായിട്ട്. അപ്പം അവനെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ അവനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവൻ എന്തിനാണ് ഇത്രയും ഈ പറയുന്ന പോലെ വികാരഭരിതനാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒട്ടനവധി പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ ടീം സെലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സഞ്ജു സാംസണെ പോലുള്ള പ്ലെയറൊക്കെ എത്രയോ പ്രാവശ്യം ഈ പറയുന്ന പോലെ ODI വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷയാണ്, അത് നടന്നില്ല. അതിന് മുമ്പായിട്ട് നടന്ന T20 വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷയാണ്, അത് നടന്നില്ല. അങ്ങനെ പല വേൾഡ് കപ്പിലും നമ്മുടെ സഞ്ജു സാംസന്റെ പേരില്ലാതെ വന്നു. അപ്പോഴും അദ്ദേഹം ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ളൊരു ദിവസം വരും എന്നുള്ള രീതിയിലാണ് കാത്തിരുന്നത്. സൂര്യകുമാർ യാദവിനെ പോലുള്ള പ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ 30 വയസ്സ് അടുത്തെത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ 30 വയസ്സിലാണ്ട് കയറിയപ്പോഴാണ് ഇന്ത്യൻ ടീമിൽ തന്നെ എടുക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട് അല്ലേ. ഇപ്പം ഈ റിയാൻ പരാഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലെയർ ഇപ്പം നടന്ന സീസണിലാണ് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഒരു പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും എല്ലാ സീസണുകളിലും ഈ പറയുന്ന പോലെ അവൻ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ പലരും അവനെ മീൻസ് ട്രോളറുണ്ട്, അവന് ഇതേപോലെ ക്യാച്ചൊക്കെ എടുത്തിട്ട് ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇവൻ രാജ റോയൽസിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളൊരു, പണ്ട് മുതലേ രാജ റോയൽസ് തന്നെയാണ്. ഇപ്പോൾ രാജ റോയൽസിന് വേണ്ടിയിട്ട് അത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ എന്നാണ് ഒരു പരക്കെ അവൻ്റെ ഒരു പേര് ദോഷം അവൻ്റെ പേരിലുള്ള. പക്ഷെ പതിവിലും വിപരീതമായിട്ട് ഈ സീസണിൽ അവൻ നല്ല മികച്ച രീതിയിൽ കളിച്ചു, അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അവൻ പല ഇന്നിങ്സുകളും അല്ലെങ്കിൽ പല മത്സരങ്ങളും രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലോട്ട് എത്തിച്ചത് റിയാൻ പരാഗിൻ്റെ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തന്നെ പല വീഡിയോകളിലും റിയാൻ പരാഗിൻ്റെ ആ പ്രകടനത്തെ പറ്റിയിട്ട് IPL മത്സരങ്ങൾക്ക് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. റിയാൻ പരാഗ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ഈ സീസണിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ റിയാൻ പരാഗ് കളിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം ഇവൻ ഉദ്ദേശിക്കുന്നത്, ഇവൻ ഈ സീസണിൽ കളിച്ചല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഇന്ത്യൻ ടീമിൽ എടുത്തിട്ടില്ല, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള കോള് എപ്പോഴാണ് വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനോട് ക്ഷമയായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇവൻ്റെ ഇങ്ങനൊരു പ്രവണത, അതായത് എനിക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നില്ല, പറയാനായിട്ട് തോന്നുന്നില്ല, ഞാൻ കളിക്കുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ, അങ്ങനൊന്നും അല്ല ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ ഇവൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ആരാണ് ഇവനെ എടുത്ത് സെലക്ഷനിലോട്ട് എടുത്തിടുന്നത്? ആരും എടുത്തിടത്തില്ല. കാരണം അത്രയും ഹേറ്റ് സമ്പാദിക്കുന്ന രീതിയിലാണ് ഇപ്പം
കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ IPL നമ്മൾ ആരാധകരാണെങ്കിലും നമ്മൾ പല ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്തുമെങ്കിലും വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിൽ വരുമ്പോഴത്തേനും നമ്മളെല്ലാവരും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത നമുക്ക് സഞ്ജു സാംസണെ ടീമിൽ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിലോ ടീമിലോ ഒക്കെ എടുക്കാത്തപ്പം നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്, നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ കളി നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കളികളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, മാച്ചിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടൂർണമെന്റിൽ ഇന്ത്യ കപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാണികളാണെങ്കിലും എന്താ പറയുക സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഇന്ത്യയാണ്, അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. അതാണല്ലോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ റിങ്കു സിംഗ് നമുക്കറിയാം, ശിവൻ ദുബെ റിങ്കു സിംഗിന് പകരം ദുബെ എടുത്തതിന് ഒരു ഇപ്പം തന്നെ ഒരു വിമർശനമുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. റിങ്കു സിംഗ് തന്നെയാണ് അത്രയും അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരാൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശിവൻ ദുബെ ബോളിംഗ് കൂടെ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റിങ്കു സിംഗിനെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം റിങ്കു സിംഗിന് ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ തന്നെ ഉറപ്പിച്ചതാണ് റിങ്കു സിംഗ് എന്തായാലും ഈ സ്ക്വാഡിൽ കാണുമെന്നുള്ളൊരു കാര്യം. പക്ഷേ അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ റിങ്കു സിംഗും നമ്മുടെ ഖലീൽ അഹമ്മദും അതുപോലെ ആവേശ് ഖാനും ഇവരെല്ലാം കൂടെ കളി കാണാൻ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുപോലെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് മീൻസ് ഇന്ത്യയുടെ പാകിസ്ഥാനായിട്ടുള്ള ഒരു വിന്നിങ് മൊമെന്റ് ഫോണിൽ ഷൂട്ട് ചെയ്തെടുത്ത് ഈ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരാളുടെ മനസ്സിൻ്റെ ആ ഒരു സംഭവമാണ് അല്ലേ. അദ്ദേഹത്തിന് വേണമെങ്കിൽ റിങ്കുവിന് വേണമെങ്കിൽ എന്നെ ടീമിൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കളി കാണാൻ പോകണ്ട, എനിക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്തില്ല റിങ്കു സിംഗ്. അതൊക്കെയാണ് സത്യം പറഞ്ഞ രാജ്യസ്നേഹം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെങ്കിലും എന്നെ എടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ അതൊരു മനസ്സാണ്. അത് റിയാൻ പരാഗൻ ഇല്ലാതെ പോയത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൻ ഇത്ര നാൾ കളിച്ചിട്ടില്ല, ഈ ഒരു സീസൺ കളിച്ചതിൻ്റെയാണ് അവൻ ഇത്ര ഇളക്കമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പെട്ടെന്ന് ആ ഒരു റീല് കണ്ടപ്പോൾ നിങ്ങളുടെ അതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.